പ്രേമിക്കുന്ന സമയത്തേ നമുക്ക് 3 സ്റ്റെപ്പുകൾ അത് നോക്കി ഞങ്ങള് സാറേ പറയേ. ഒരു പ്രേമം ചീറ്റുമ്പോ നിങ്ങൾ എന്ത് ചെയ്യും? ഭയങ്കരമായിട്ട് സങ്കടമാവും. 2 ചീറ്റുമ്പോൾ പിന്നെയും കുറച്ചൊക്കെ സങ്കടമാവും. ഒരു തുടർച്ചയായിട്ട് ചീറ്റുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ഫ്ലോ വരും. പിന്നെയും ചീറ്റുമ്പോൾ നിങ്ങൾ എന്തായി? നിങ്ങൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നതും പല്ലേക്കുന്നതും പോലെ അതൊരു ശീലമായി എടുത്തോളൂ. 3 സ്റ്റെപ്പുകളാണുള്ളത്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇൻട്രൊഡക്ഷൻ, രണ്ടാമത്തെ സ്റ്റെപ്പാണ് മെയിൻ്റനൻസ്, മൂന്നാമത്തെ സ്റ്റെപ്പാണ് കൺക്ലൂഷൻ. അസൈൻമെന്റ് ഒക്കെ എഴുതുന്ന അതേപോലെ തന്നെ. ഇൻട്രൊഡക്ഷൻ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഇങ്ങനെ തോന്നും നമ്മൾ നോക്കുന്ന ആളാണ്, നമ്മുടെ റിലേഷൻഷിപ്പിൽ പെട്ട ആളാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടി തോന്നല് മാത്രമാണ്. 1 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് 2-3 പ്രാവശ്യം അടിയൊക്കെ ആകുന്ന സമയത്ത് നമുക്ക് തോന്നും നമ്മുടെ വല്ലതും തോന്നല് മാത്രമായിരുന്നു എന്നുള്ളത്. മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സമയത്താണ് പൊട്ടലും ചീറ്റലൊക്കെ വരിക. മൂന്നാമത്താണ് കൺക്ലൂഷൻ. ഒന്നുകിൽ ഓൻ ഇട്ടെറിഞ്ഞിട്ട് പോകും, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് കൊടുക്കുന്ന ഇസ്തിരിപ്പെട്ടിട്ട് തേച്ച് പോവുകയും ചെയ്യും. ഈ മെയിൻ്റെനൻസിന് ഭയങ്കരമായിട്ടുള്ള ഗംഭീരമായ എഫക്റ്റ് ഉണ്ട്. ക്രിയേഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഈസ് ഈസി ബട്ട് മെയിൻ്റെനൻസ് ഈസ് ഹാർഡ് എന്ന് പറയും. ഓവർ തിങ്കിങ്ങും അഡിക്ഷനുമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അർപ്പിക്കുക. ഒരു റിലേഷൻഷിപ്പിലും നിങ്ങൾ 100% എന്ത് ചെയ്യരുത്? ഡെഡിക്കേറ്റഡ് ആവരുത്.